കൊച്ചി കോർപ്പറേഷൻ UDF കൗൺസിലർ സുനിത ഡിക്സൺ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. സാധാരണക്കാർക്കൊപ്പം നിൽക്കണമെന്നതിന്റെ ഭാഗമായാണ് BJP അംഗത്വമെന്ന് സുനിത ഡിക്സൺ പറഞ്ഞു. വിവരങ്ങളുമായി അമൽനാഥ് തന്നെ ചേരുകയാണ്. അമൽനാഥ്, കോൺഗ്രസുകാർ BJPയിൽ പോകുന്നത് അത്ഭുതമില്ലാത്ത കാലമാണ്. കൂടുതൽ പേർ BJPയിലേക്ക് പോവുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കൊച്ചിയിൽ നിന്നാണ് ഏറ്റവും പുതിയ വാർത്ത. എന്താണ് വിവരങ്ങൾ? സിജു, തീർച്ചയായും അതായത് നമ്മൾ പലപ്പോഴായി ഇത്തരം വാർത്തകൾ കാണുന്നുണ്ട്. ഇത് പതിവായ ഒരു വാർത്ത അല്ലെങ്കിൽ കാഴ്ച എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പലപ്പോഴും നമ്മളൊക്കെ അല്ലെങ്കിൽ പൊതുവെ എല്ലാവരും പറയാറുണ്ട്, ഈ അന്തർധാര എന്ന് പറയാറുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ പതിവ് കാഴ്ചകളായി കാണുന്ന ഒരു സാഹചര്യം തന്നെയാണ്. UDF കൗൺസിലർ നിലവിലിപ്പോൾ BJPയിൽ അംഗത്വം എടുത്തിരിക്കുകയാണ്. അല്പസമയം രാജീവ് ചന്ദ്രശേഖറിൻ്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിലാണ് ഷാൾ അണിയിച്ചുകൊണ്ട് ഈ UDF കൗൺസിലറായിട്ടുള്ള സുനിതയെ ഇത്തരത്തിൽ BJPയിലേക്ക് അവർ സ്വാഗതം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ BJPയിലേക്ക് എത്തിയ സുനിത പറഞ്ഞത് ഈ പാവങ്ങളിലേക്ക്, അതായത് താൻ പാവങ്ങളുടെ കൂടെ പ്രവർത്തിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പ്രവർത്തകയാണ്. അത്തരത്തിൽ തന്നെയാണ് പ്രവർത്തിച്ചിരുന്നത്. പക്ഷേ ഈ UDFയിൽ നിൽക്കുമ്പോൾ തനിക്ക് ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല, പാവങ്ങളെ സേവിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല. അതിനാൽ തന്നെയാണ് BJPയിലേക്ക് വരുന്നത് എന്ന രീതിയിലാണ് നിലവിൽ ഇപ്പോൾ BJPയിൽ അംഗത്വം എടുത്തതിന് ശേഷം സുനിത കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ അഴിമതിരഹിത ഭരണം കൊണ്ടുവരണമെന്നതാണ് ജനങ്ങളുടെ ആവശ്യം. അത് BJPക്ക് സാധിക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഒക്കെ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. എന്ത് തന്നെയായാലും കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങൾ കൊച്ചിയിലെ കോൺഗ്രസ് കൗൺസിലർ BJPയിൽ ചേർന്നു.